വയനാട്ടിൽ ബേലൂർ മക്നയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം തുടരുകയാണ്. പനവല്ലിക്കടുത്ത് എമ്മടി വനമേഖലയിലാണ് നിലവിൽ ആനയുള്ളത്. രാവിലെ 7:30 മുതൽ ദൗത്യസംഘം ഈ മേഖലയിലുണ്ട്. കുന്നിൻ മുകളിലുള്ള ആനയെ താഴെ എത്തിക്കാനാണ് ശ്രമം. കമൽ വിവരങ്ങളുമായി. കമൽ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബേലൂർ മക്നയെ മയക്കുവെടി വെക്കാമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു സംഘത്തിന്. ഇന്ന് ദൗത്യം ഇപ്പോൾ ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? അഭിലാഷ്, ഈ ബേലൂർ മക്ന ഇപ്പോഴുള്ളത് ഈ എമ്മടി വനമേഖലയിലാണ്. അവിടെ കുന്നുകൾ നിറഞ്ഞൊരു പ്രദേശമാണ്. ഒരു കുന്നിൻ മുകളിലാണ് ആന ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സമതലത്തിലേക്ക് എത്തിക്കാനാണ് ദൗത്യസംഘം ആദ്യ പരിഗണന നൽകിയിരുന്നത്. ഇന്ന് രാവിലെ 7:30യോടെയാണ് ദൗത്യസംഘം ആ മേഖലയിലേക്ക് പോയത്. ഡോക്ടർ അരുൺ സക്കറിയ ഇന്ന് രാവിലെ ദൗത്യസംഘത്തോടൊപ്പം ചേർന്നിരുന്നു. അതിൻ്റെ ഭാഗമായി ഒരു ചർച്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് ദൗത്യസംഘം കാട് കയറിയിട്ടുള്ളത്. കർണാടകയിൽ നിന്നുള്ള 25-അംഗ സംഘവും ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്നലെ ഉച്ച മുതൽ അവർ സംഘത്തോടൊപ്പമുണ്ട്. പക്ഷേ വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഈ മേഖല. കാരണം ആനയെ സമതലത്തിലെത്തിക്കണം. ഇടതൂർന്ന അടിക്കാടുകളുള്ള പ്രദേശമാണ്. അതൊക്കെയാണ് ദൗത്യത്തിന് തടസ്സമാകുന്നത്. ഇന്നലെ രാത്രി ആന വീണ്ടും ജനവാസ മേഖലയ്ക്ക് അടുത്തെത്തിയിരുന്നു. പനവല്ലിയിലെ ഒരു കാപ്പിത്തോട്ടത്തിലാണ് ആനയുടെ സാന്നിധ്യമുണ്ടായത്. ഉടൻ തന്നെ രാത്രി തന്നെ CCF ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്തു. രാവിലെ വരെ ആ പ്രദേശത്ത് കാവലേർപ്പെടുത്തിയിരുന്നു. എന്താണെങ്കിലും അതിനുശേഷം ആന വനമേഖലയിലേക്ക് തന്നെ കയറിപ്പോയി. ആനയെ കണ്ടെത്തി മയക്കുവെടി വെക്കാനുള്ള ദൗത്യമാണ്, അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ബേലൂർ മക്നയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം ഇന്നും പുരോഗമിക്കുകയാണ്.